ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീരാബായിൻ്റെ പദമാണ്. അപ്പോൾ ആദ്യം മീരാബായിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ സഗുണഭക്തി ധാരയിൽ കൃഷ്ണഭക്തി കവികളിൽ പ്രമുഖയാണ് മീരാബായി. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ കൃഷ്ണനെ പറ്റിയിട്ട് ഈ മീരാബായിയുടെ മനസ്സിൽ ഒരുപാട് ഭക്തിയും സ്നേഹവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ തൻ്റെ ആരാധ്യ ദൈവമായിട്ടും പതി ആയിട്ടും, അതായത് ഹസ്ബൻഡായിട്ടും ഈ പ്രിയതം ആയിട്ടൊക്കെയാണ് മീരാബായി കണ്ടത്. കൃഷ്ണ സ്നേഹത്തിനെ പറ്റി അവരൊരുപാട് എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രചനകളൊക്കെ രാഗ് സോർഡ, നർസിജി കാ മയര, മീരാ കി മൽഹാർ, മീരാ പദാവലി, രാഗ് ഗോവിന്ദ്, ഗീത ഗോവിന്ദ്, പിന്നെ ഗോവിന്ദ് ടീക്ക എന്നിവയാണ് അവരുടെ രചനകൾ. ഈ രചനകളിലാണ് കൃഷ്ണനെ വർണ്ണിച്ചിട്ടുള്ള രചനകളെല്ലാം വന്നിട്ടുള്ളത്. അവരുടെ ആ ഒരു സമയത്ത് പണ്ടത്തെ കാലമാണ്. അപ്പോൾ ഇവർ ഒറ്റ മകളായിരുന്നു. കുറച്ച് ഉന്നത കുലത്തിലൊക്കെ ജനിച്ച ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലത്തെ കല്യാണമൊക്കെ കഴിച്ചതാണ്. അപ്പോൾ ഭയങ്കര അത്യാചാരങ്ങളും കുറേ റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ളൊരു ഫാമിലിയിലാണ് ജനിച്ചത്, ആ ഒരു സൊസൈറ്റിയിൽ. പക്ഷേ മീരാബായി ഇതൊന്നും വകവെച്ചിരുന്നില്ല. അവരവരുടെ ഭക്തി, അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. മറ്റേ ഈ സമൂഹത്തിലെ അത്യാചാരങ്ങളൊക്കെ എതിർത്തുകൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ മുക്തഗേയി പദങ്ങളിലാണ് മീരാബായി രചിച്ചത്. ഞാൻ ജസ്റ്റ് ഇതിൽ സമ്മറി മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാരയിൽ പറയുന്നത് കൃഷ്ണഭക്തിയാണ് ഈ മീരാബായി. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ഹസ്ബൻഡിൻ്റെ രൂപത്തിലൊക്കെയാണ് കാണുന്നത്. കൃഷ്ണനെ അവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മീര പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഗിരിധർ ഗോപാൽ, അതായത് ഈ കൃഷ്ണനാണ് എല്ലാം, വേറൊന്നിനെ പറ്റിയും ഒരു ബന്ധവുമില്ല, വേറൊന്നും എന്നെ ബാധിക്കുന്നില്ല. ആരാണോ തലയിൽ മോർമുകുട്, അതായത് ഈ മയിൽപ്പീലി വച്ചിരിക്കുന്നത്, മയിൽപ്പീലി കൊണ്ടുള്ള ആ ഒരു കിരീടം വച്ചിരിക്കുന്നത്, അദ്ദേഹമാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ രീതി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ മര്യാദ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതൊന്നും ആയിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ആർക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതുപോലെ സ്ത്രീകൾക്ക് ആ സമയത്തൊട്ടും സ്വാതന്ത്ര്യമില്ല. പുറത്തേക്ക് പോകാനും ഒരു കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പക്ഷേ മീരാബായി സന്തോം, അതായത് സെയിൻസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് അറിവ് നേടുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പണ്ടത്തെ കാലത്ത് അനുവദിക്കാത്ത ഒരു കാര്യമാണ് സ്ത്രീകൾക്ക്. അപ്പോൾ ഇവർ വേറൊന്നിനെയും പറ്റി ചിന്തിക്കുന്നില്ല. ഈ കൃഷ്ണഭക്തിയിൽ മറ്റൊന്നിനെയും പറ്റി മീരാബായി മൈൻഡ് ചെയ്യുന്നില്ല. ആരെന്ത് പറഞ്ഞാലും ഒന്നും അവരുടെ ഒരു വിഷയമല്ല. അതുപോലെ തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ ഒരു ചെടി അവർ നട്ട് അതിങ്ങനെ വളർന്നതിൽ ആനന്ദരൂപിയായിട്ടുള്ള ഒരു ഫലം, അതായത് അവരുടെ ഭക്തി, കൃഷ്ണഭക്തിയിൽ നിന്ന് അവർ ആനന്ദം നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലിൻ്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനോടുള്ള പ്രണയത്തെ ഇവിടെ പാലിൻ്റെ രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഭക്തിയുടെ രൂപത്തിലുള്ള നെയ്യ്, അതിലെ വെണ്ണ മാറ്റിയിട്ട് ബാക്കി ഭക്തരെ കണ്ടിട്ട് പ്രസന്നയാവുകയാണ് സ്വയം. ലോകത്തിലെ ആൾക്കാർ ലോകത്തിൻ്റെ മായയിൽ, അതായത് ആകർഷണങ്ങളിൽ വീണ് വല്ലാണ്ട് അതായത് ആകർഷണങ്ങളിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവർക്ക് ദുഃഖമുണ്ട്. അതായത് ഇവർ കൃഷ്ണഭക്തിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ലോകത്തെ ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നതും മോഹത്തിലും മായയിലും വീണ് പോകുന്നതും കണ്ടിട്ട് ദുഃഖിതയാവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പറയാണ്, ഞാൻ കൃഷ്ണൻ്റെ ദാസിയാണ്. സ്വയം അവർ ഈ കൃഷ്ണൻ്റെ ദാസിയായിട്ട് സ്വയം കൃഷ്ണനിങ്ങനെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടെ മീരാബായി തൻ്റെ ഭക്തി, ശ്രീകൃഷ്ണനായിട്ടുള്ള അവരുടെ ആരാധന, ആ ഒരു സ്നേഹം അതാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾ മായയിലും ആകർഷണങ്ങളിലും ഒക്കെ പെട്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഈ ഒരു മനോഭാവത്തെ കണ്ട് അവർക്കുള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു ദുഃഖവും ഇതിൻ്റെ കൂടെ ശ്രീകൃഷ്ണ ഭക്തിയിൽ അതിൻ്റെ കൂടെ തന്നെ പ്രകടമാക്കുന്നുണ്ട്. അതുപോലെ അവർ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. കുടുംബത്തെ പറ്റിയോ റെസ്ട്രിക്ഷൻസിനെ പറ്റിയോ മാൻമര്യാദ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റി അവർ മൈൻഡ് ചെയ്യുന്നില്ല.
ഈ ഭക്തിയിലൂടെ മുന്നോട്ട് പോവാണ്. അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫ്. ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ ഈ കൃഷ്ണൻ്റെ സ്നേഹത്തിൽ ഭയങ്കര, അതായത് കൃഷ്ണനോടുള്ള സ്നേഹത്തിൽ ഭയങ്കര മാഡായ, അതിലിങ്ങനെ മുഴുകിയ മീരാഭായ് പറയാണ്, നന്ദജിയെ, അതായത് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ നന്ദഗോപരെ ആനന്ദിപ്പിക്കുന്ന കൃഷ്ണ, അങ്ങ് എൻ്റെ കണ്ണുകളിൽ വന്ന് താമസിക്കൂ. അതായത് അവൾക്കും സന്തോഷം കൊടുക്കൂ എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത്. തുടർന്ന് മീരാഭായ് പറയാണ്, ഈ ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം അത് വളരെ ആകർഷകമാണ്. ഈ മയിൽപ്പീലി കൊണ്ടുള്ള മുകുട്, ഈ കിരീടം ധരിച്ച, കഴുത്തിൽ മാലയണിഞ്ഞ, നെറ്റിയിൽ ചുവന്ന കുറിയും ഓടക്കുഴലൊക്കെ ധരിച്ച ശ്രീകൃഷ്ണൻ കണ്ണുകൾക്ക് തന്നെ വളരെ ആകർഷകമായ ശ്യാമവർണ്ണൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കറുത്ത നിറമാണ്. അപ്പോൾ ശ്യാമവർണ്ണനായ ശരീരം കൊണ്ട് സുശോഭിതനായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ചുണ്ടുകളിൽ അമൃതരസം നിറഞ്ഞ ചുണ്ടുകളിൽ ബാംസുരി, അതായത് ഈ ഓടക്കുഴൽ വെച്ച് ശോഭിതനായ ശ്രീകൃഷ്ണൻ. ഇതൊക്കെ ഈ ശ്രീകൃഷ്ണൻ്റെ വർണ്ണനകളാണ് കേട്ടോ. അതുപോലെ പറയാണ്, കാലുകളിൽ ഘുംഘരു അണിഞ്ഞ് അതിൻ്റെ നാദം, മനോഹരമായ നാദം. ഈ കൃഷ്ണനും കൃഷ്ണനെ ചുറ്റിനും ഇരിക്കുന്ന എല്ലാം ഭയങ്കര ശോഭിതമാണ് ഈ ശ്രീകൃഷ്ണൻ്റെ പ്രഭാവം കാരണം. അപ്പോൾ സജ്ജനങ്ങൾക്ക് സുഖം കൊടുക്കുന്നവൻ, ഭക്തന്മാരെ സ്നേഹിക്കുന്നവൻ, അനുപമനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള കൃഷ്ണ എൻ്റെ കണ്ണുകളിൽ വന്ന് വസിക്കുന്ന മീരാഭായ് പറയണത്. ഇവിടെ ഈ കൃഷ്ണൻ്റെ മനോഹരമായ ഒരു മൂർത്തി ഉണ്ടല്ലോ, ആ ഒരു ഇമേജ്, അതിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ശ്രീകൃഷ്ണൻ്റെ സ്നേഹത്തിൽ ഭയങ്കര മാഡായ മീരാഭായിൻ്റെ കൃഷ്ണഭക്തിയും ഒക്കെ ഈ ഒരു ലൈൻസിൽ കാണാൻ പറ്റും. അടുത്തിന് മൂന്നാമത്തേതാണ്, ഈ മീരാഭായ് തൻ്റെ കാലുകളിൽ ചിലങ്ക അണിഞ്ഞിട്ട് ഘുംഘരു കെട്ടിയിട്ട് ശ്രീകൃഷ്ണ സ്നേഹത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു രൂപമുണ്ടല്ലോ, മൂർത്തി, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. ആ ഒരു നൃത്തം ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും ഈ അലൗഡ് ആയിട്ടുള്ള കാര്യമില്ല, അമ്പലങ്ങളിൽ പോണതും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. എന്നിട്ടാണ് ഈ മീരാഭായ് ശ്രീകൃഷ്ണൻ്റെ മൂർത്തിക്ക് മുന്നിൽ ഇങ്ങനെ നൃത്തം വയ്ക്കുന്നത്. ആളുകൾ വേണമെങ്കിൽ മീരാഭായ്ക്ക് ഭ്രാന്താണെന്നോ കുലനാശകമാണെന്നോ, അതായത് കുലം നശിപ്പിക്കുന്നവളാണെന്നോ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തെറ്റിക്കില്ല അവരുടെ രീതി റിവാസൊക്കെ. അപ്പോൾ എന്ത് വേണോ പറഞ്ഞോട്ടെ, ഇതൊന്നും ഒരു മീരാഭായ്ക്കൊരു വിഷയമല്ല. മീരയുടെ കുടുംബക്കാർ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പാലിൽ വിഷം കലർത്തിയിട്ട് കൊടുക്കും. പക്ഷേ മീര അത് മേടിച്ച് അറിഞ്ഞുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ട് കുടിക്കും. എന്നിട്ട് പുഞ്ചിരിയോടെ നിൽക്കും. ഈ വിഷം കലർത്തി ഈ പാല് കുടിച്ചിട്ട് മീരാഭായ് അമറായി, അതായത് മരണമില്ലാത്തവളായി എന്നാണ് അവൾ പറയണത്. കാരണം ഈ കൃഷ്ണൻ്റെ കൃപ, കൃഷ്ണഭക്തി, അത് കാരണം ഈ പാലിൽ വിഷം കലർത്തി അത് കുടിച്ചിട്ട് പോലും ഒന്നും പറ്റിയില്ല. മീരയ്ക്ക് തൻ്റെ കൃഷ്ണനെ, തൻ്റെ പ്രഭുവിനെ കിട്ടിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണനോടുള്ള സ്നേഹത്താൽ അവളുടെ ഉള്ളിൽ പവിത്രത നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ലൈൻസിൽ ശ്രീകൃഷ്ണനോടുള്ള മീരാഭായിൻ്റെ ഉടയാത്ത, അല്ലെങ്കിൽ ഈ തകർന്നു പോകാത്ത ആ ഒരു സ്നേഹം, ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്നേഹം ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മീരാഭായ് ഈ ഒരു ലൈൻസിലൂടെ അവർക്കെതിരെ നടന്ന അനാചാരങ്ങൾ, മീരയോട് ചെയ്ത അത്യാചാരങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മീരാഭായിൻ്റെ പദ്.